അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വീട് വന്നിട്ട് ഇറങ്ങിയിട്ട് വേറെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ. ലോക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ നമ്മളിതേ നമ്മുടെ ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറേ നടക്കണം കേട്ടോ, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഈ ടിക്കറ്റ് നിങ്ങൾക്ക് കാണാവുന്ന അറിയത്തില്ല, 5 രൂപയാണ് ഈ ടിക്കറ്റിൻ്റെ ചാർജ്. ഇവിടുന്ന് അടുത്ത സ്റ്റേഷനിൽ വരെ 5 രൂപയുള്ളൂ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്. കാര്യം ആദ്യമായിട്ടാണ് ഞാൻ റെയിൽവേയിൽ നിന്ന് 5 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. ഇതാണ് നമ്മുടെ ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. ഇവിടെ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ, പെട്ടെന്നാണ് ട്രെയിൻ വരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് കയറാം. അങ്ങനെ ട്രെയിനിലേക്ക് കയറി. അവിടെ ഫുള്ള് അഴുക്ക് പിടിച്ച പ്രദേശമാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവാണ്. നമ്മുടെ നാടല്ലല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ നേരെ നമ്മുടെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കണം. ഇന്നലെ രാത്രി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നേരെ പോയി ഫുഡ് കഴിക്കുക, റൂം എടുക്കുക, കുറച്ച് നേരം ഉറങ്ങുക. അങ്ങനെ റൂമിന് വേണ്ടിയാണ് ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിനാണ് ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഭയങ്കര റേറ്റാണ് റൂമിന്. പെട്ടെന്നൊന്നും റൂം കിട്ടില്ല, നല്ല റൂംസ് കിട്ടില്ല. അങ്ങനെ എന്തായാലും ഞാൻ തെണ്ടി നടന്ന് കുറേ ഒരു റൂം കിട്ടി. അപ്പോൾ ഇത് നല്ല റൂമായിരുന്നു കേട്ടോ, നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉള്ള റൂം, നല്ല ചാർജും കുറവായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വന്ന് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഈ ഫ്രഷ് ആയിരിക്കുന്നത്. അങ്ങനെ ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ താമസിക്കുന്ന ഹോട്ടൽ ഫുള്ള് ആഫ്രിക്കക്കാരായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടു. ഇറങ്ങിയ ഭാഗത്ത് നല്ല മഴയായിരുന്നു. ഇവിടെ അടുത്ത് കയറി നിന്നു, കൊടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ നമ്മൾ മാർക്കറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ. മാർക്കറ്റിൽ ഇതൊരു ലോകമാണ് മക്കളെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലോകം. കാര്യം ഇവിടെ വണ്ടികളൊക്കെ തുരുതുരാന്നാണ് പോകുന്നത്, ഹോൺ അടിച്ചിട്ട്. നമ്മളെയും കൊണ്ട് അവർ പോകുന്നതാണ് തോന്നുന്നത്. നമുക്ക് കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് വായി നോക്കി എന്തൊക്കെയുണ്ട് കാണാനെന്നൊക്കെ നോക്കിയിട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ നടക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് നടന്നില്ലേ പണി കിട്ടും. ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാലും പോരാ, നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര തിരക്കാണ്. നമുക്ക് ഒരാൾ തട്ടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ആ രീതിയിലാണ് തിരക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പർച്ചേസിങ് കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഷോപ്പിൽ വന്നപ്പോൾ ഈ മനുഷ്യരുണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടു എന്ന്. അതിൽ കുറച്ച് മനുഷ്യരാണ് ഈ നിൽക്കുന്ന ആൾക്കാർ. കാരണം നമ്മളിവിടെ വന്ന് പർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയോളം ആയി. അപ്പോൾ ആ സമയത്തെല്ലാം നമുക്ക് ഫുഡും ഡ്രിങ്ക്സും കോഫിയും എല്ലാം കൊണ്ടു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോഫി കുടിക്കില്ല, ചായ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കില്ല. സ്വല്പം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ നിർബന്ധിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല മനുഷ്യരെന്നൊക്കെ ഞാൻ പറയുന്നില്ലേ. അപ്പോൾ ഒരുപാട് നല്ല മനുഷ്യരെ കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീണ്ടും അവിടെയൊക്കെ ഒന്ന് ഫുള്ള് കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ കവർ ചെയ്യലൊന്നും നടക്കില്ല, കാരണം ഒരുപാട് കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഷോപ്പിൽ വന്നു. ആ ഷോപ്പിൽ വന്നപ്പോൾ എന്നെ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവർ ഈ വീഡിയോസൊക്കെ എന്നെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവരുടെ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ വഴിയേ നിങ്ങൾക്ക് കാണാം. കുറച്ച് നേരം ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലെത്തിയിട്ട് ഞാൻ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് ഇറങ്ങിയത്. ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാലും പോരാ, ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് എന്ന് കാണാനുള്ളത് തന്നെയാണ് മക്കളെ. സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോരാ, ഫുള്ള് വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം, ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ ഫുള്ളുള്ളത്. അങ്ങനെ അതെല്ലാം ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേക്ക്സൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ചെറിയ കേക്ക്സ്, ഇത് വലിയ കേക്ക്സൊന്നും അല്ല കേട്ടോ, കുഞ്ഞു കേക്ക്സാണ്. അപ്പോൾ വീഡിയോസിൽ എത്രത്തോളം വലുതായി കാണുന്നു എന്ന് എനിക്കറിയത്തില്ല. വെറും ചെറിയ കേക്ക്സാണ്. അതേപോലെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ സൈസ്
ഓരോ എന്താ പറയുന്നത് ഓരോ ഐറ്റംസ് ആണ് ഫുഡുകൾ. ഇത് കണ്ടോ, ഇവിടെ കൂടുതൽ ഈ ബണ്ണാണ് ഇങ്ങനെ റോഡ് നീളെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഫുഡൊന്നും ഞാൻ രുചിച്ചു പോലും നോക്കിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിക്കാനൊന്നും തോന്നിയിട്ടില്ല. ഞാനൊരു ഏകദേശം നല്ല ഹോട്ടലിൽ കയറി തന്നെയാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി കുറച്ച് നേരം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ. ഒരുപാട് രാത്രിയെ. അതിനുശേഷം നേരെ നമ്മൾ രാവിലെ ഉണർന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും പർച്ചേസിങ് കാര്യങ്ങളും കുറച്ചും കൂടെ ഉണ്ട്. ഇന്ന് എനിക്ക് പോകേണ്ട ദിവസം കൂടിയാണ്. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെജ് ഫുഡ് കിട്ടുന്നൊരു റെസ്റ്റോറൻ്റാണ് ഞാനിപ്പോൾ ഈ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ബുക്ക് അവർ കൊണ്ട് തന്നു. എന്തായാലും അതിനകത്ത് മെനു ആണ്. അപ്പോൾ ഈ മെനുവിനകത്ത് നോക്കിയിട്ടൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം അവരുടെ എന്തൊക്കെയോ തരത്തിലുള്ള ഫുഡുകളായിരുന്നു. അപ്പോൾ ഇതൊന്നും എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഫുഡുണ്ട്, താലി. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എങ്കിലും ആ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു ഞാൻ. പക്ഷേ മീൽസാണ് ഓർഡർ ചെയ്തത്. പക്ഷേ കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയത് പൂരി താലിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി താലി, റൊട്ടി താലി, പൂരി താലി അങ്ങനെ ഓരോന്നുണ്ട്. അപ്പം മീൽസ് ഓർഡർ ചെയ്തിട്ട് മീൽസ് വന്നില്ല. എന്തായാലും നമുക്ക് കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഈ പൂരി താലിയാണ് കഴിച്ചത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കാണണം. ഇതാണ് നമ്മുടെ പൂരി താലി കൊണ്ടുവന്നിരിക്കുന്നു. പൂരിയും പായസവും പപ്പടവും അവിയൽ പോലത്തെ എന്തോ ഒരു സാധനം ഇതിനകത്തുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ താലി. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊരു അവിയൽ പോലെ എന്തോ ഒരു ഐറ്റം ഉണ്ടെന്ന്. പക്ഷേ ഇവരുടെ എന്തോ സ്പെഷ്യൽ വെജിറ്റബിൾ എന്തോ ആണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിലെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല മോശമില്ലാത്തതായിരുന്നു. അപ്പം നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുമെന്ന്. കാര്യം ഇന്നലെ കഴിച്ച ഫുഡൊക്കെ വളരെ മോശമായിരുന്നു. മോശമൊന്നുമല്ല, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇപ്പോൾ അതിനകത്ത് നല്ലൊരു സ്വീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമാണ്, പക്ഷേ അതിനൊക്കെ ടേസ്റ്റുമാണ്. അപ്പം ഞാൻ മേത്തൊക്കെ കോരി ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഇങ്ങനെയൊക്കെ കുടിക്കുന്നതെന്നല്ലേ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇറങ്ങി. ഇവിടെയൊക്കെ കുറച്ച് നേരം തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടാണ്. ഇവിടെ എല്ലാം കാണാനൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഈ പോകുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുന്ന് വേണം വേറൊരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ നാട്ടിലേക്കുള്ള ട്രെയിന് കയറാൻ. അങ്ങനെ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ നല്ല ഇൻറ്റീരിയലൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ ഫാനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. എൻ്റെ ബാക്കിലോട്ടൊന്ന് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ആ ഫാനൊക്കെ കണ്ടോ, എന്തോ വെറൈറ്റി ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ലോക്കൽ ട്രെയിൻ വന്ന് അതിൽ കയറി. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാനിങ്ങനെ തപ്പി നടക്കുന്നത് വേറൊന്നുമല്ല, നല്ലൊരു ബേക്കറിയാണ്. നല്ല ബേക്കറി കയറിയല്ല നമുക്ക് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറേ തപ്പി നടന്നിട്ട് നേരെ നല്ല സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുട്ടി കുറേ നടന്നു കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ബേക്കറി കിട്ടിയത്. നല്ലൊരു ബേക്കറി, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ബേക്കറിയാണ്. അവിടെ കയറി കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് നമ്മുടെ ട്രെയിനിനകത്ത് കയറി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകാനുള്ള ഇതിലാണ്. നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി കയറി കുറച്ച് നേരം ഉറങ്ങിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ നാട്ടിലേക്ക് പോകുന്ന വ്യൂസാണ് ഈ കാണുന്നതൊക്കെ. വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലൊരു വ്യൂസാണ് ഈ കാണുന്നതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.